ഹലോ ഗൈസ്, അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ MI Pad 7 ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് തിരിച്ച് കിട്ടി. അതായത് എനിക്ക് ഇന്നലെ കിട്ടി. ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയിട്ട്, നിങ്ങൾ ആ വീഡിയോ കണ്ടോ, ഞാൻ കിട്ടിയ സന്തോഷം കൈയോടെ കിട്ടിയ ഉടനെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് ഞാൻ രാത്രി വീട്ടിൽ പോയിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഡിസ്പ്ലേ എഗെയിൻ പ്രശ്നം. എന്താ അവസ്ഥയൊന്നും ആലോചിക്കണം. മേടിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ്, ഒരു മാസം ആവണേക്ക് മുമ്പ് തന്നെ സർവീസ് സെന്ററിൽ കയറി. സർവീസ് സെന്ററിൽ 2 ആഴ്ച ഇരുന്ന്, ഇപ്പതേ 3-ാമത്തെ ആഴ്ച. ഇപ്പോ വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മുടെ ഡിസ്പ്ലേയിൽ ചെറിയൊരു വൈറ്റ് സ്പോട്ട് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഡിസ്പ്ലേയിൽ വേറൊരു ട്രിപ്പാണ് വന്നേക്കുന്നത്. പുതിയ പുത്തൻ ഡിസ്പ്ലേ അവർ മാറ്റിയിട്ടതാണേ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റൂല സാധനം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഇഷ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ ഇപ്പം എനിക്ക് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലാവണുണ്ടാവില്ല ആ കംപ്ലൈന്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഡിസ്പ്ലേയിൽ ഒരു ചെറുതായിട്ട് കാണാണ്ടാ, ചെറുതായിട്ട് ഇവിടേക്ക് ഒരു പാണ്ട് പിടിച്ച പോലെ ഒരു ഫീൽ ഉണ്ടാ. ചെറുതായിട്ട് ഒരു പാണ്ട് പിടിച്ച പോലെ ഒരു ഫീൽ ഉണ്ടാവും. ഇങ്ങനെ നോക്കുമ്പോൾ ആ ഡിസ്പ്ലേ ക്ലീൻ ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് വൈറ്റ് സ്പോട്ട് പോലെ പാണ്ട് പിടിച്ചൊക്കെ കാണണ്ട. ഇതാണ് അവസ്ഥ. അപ്പൊ ഇത് ഞാൻ ഇന്ന് രാവിലെ സർവീസ് സെന്ററിൽ പോയി, ചേട്ടാ നോക്കിയേ ഇവിടുത്തെ അവസ്ഥ കണ്ട എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ഉടനെ പറഞ്ഞു, ഇത് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ് സാറെന്ന്. ഇപ്പം എത്ര പ്രാവശ്യം ഞാൻ ആ സർവീസ് സെന്ററിൽ കയറി ഇറങ്ങണമെന്ന് അറിയും. എന്നാൽ പിന്നെ അവർക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് തരാൻ പാടില്ലേ? ഇതിപ്പോൾ നമ്മുടെ പകുതി എനർജി അവിടെ പോണേണ് ഇതിനു വേണ്ടി. എന്ന് വെച്ചാൽ ചില ദിവസം നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കേണ്ടി വരുന്നത്. ഇത് എന്താ സംഭവം എന്നറിയില്ല. ഇവർക്കൊന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യായിരുന്നു. എന്താണെങ്കിലും ഇവര് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വേറൊരു ഡിസ്പ്ലേ വരും. അപ്പോൾ ആ ഡിസ്പ്ലേ വരുമ്പോൾ വിളിക്കുക, ടാബ് എൻ്റെ തന്നെ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇനി ഇത് തൊടണില്ല. കുറച്ച് ഇത് അടുത്ത ഡിസ്പ്ലേ കിട്ടണമായിരുന്നു. ഞാൻ ഇത് മാറ്റി വെക്കാൻ പോണേ. ഡിസ്പ്ലേ കിട്ടി, അവരെന്നെ വിളിക്കും. അപ്പോൾ പോയിട്ട് ചേഞ്ച് ചെയ്യും. ഇനിയിപ്പോൾ അടുത്ത ഡിസ്പ്ലേ ഓർഡർ ഓൾറെഡി അവർ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ കുറച്ച് സ്റ്റോക്കിന് വേണ്ടി. അപ്പം അതിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വേറെ സ്റ്റോക്കിന് വേണ്ടിയല്ല, ഒരു എക്സ്ട്രാ ഒരു ഡിസ്പ്ലേ അവർ വേറെ ആരുടെ ആവശ്യത്തിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിസ്പ്ലേ സാറിന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അത് എനിക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഇത് അവർ ഡിസ്പ്ലേ വരുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതിന് പോകണം. നല്ല സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സമയവും നമ്മുടെ എന്താ പറയുക, പൈസനെക്കാട്ടിയും വലുതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സമയം. ആ പൈസ കൊടുത്ത് നമുക്ക് സാധനം പിന്നെ മേടിക്കാം. പൈസ അല്ല നമ്മുടെ വിഷയം, സമയം പോണാണ് ഓരോ കാര്യങ്ങളും. സമയം ഇപ്പം നമുക്ക് ഷൂട്ടും ഇപ്പം എൻ്റെ ഫീൽഡ് അനുസരിച്ച് എനിക്ക് ഈ സാധനം കൊണ്ട് ഈ കുറേ ഉപകാരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഡീൽ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വലിയ മാരേജ് ഇഷ്യൂസ് എന്നല്ല, എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇതായിട്ട് റിലേറ്റഡ് നമുക്ക് ചെയ്യേണ്ട വർക്കിൻ്റെ സംഭവങ്ങളൊക്കെ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. പകരം സാധനം ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടിയും ബെറ്റർ എന്നുള്ളൊരു സാധനത്തിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷെ ഇതിപ്പോൾ വല്ലാത്ത ഗതികേടായിപ്പോയി വാങ്ങാത്തൊരു. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനിയും സർവീസ് സെന്ററിൽ പോകണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഡിസ്പ്ലേ എപ്പോഴാണ് വരുന്ന അറിയാൻ പാടില്ല. ഇപ്പോൾ മൊത്തം 2 മാസത്തോളം ആവും. ഞാൻ പ്രോപ്പറായിട്ട് മര്യാദക്ക് ഉപയോഗിച്ചിട്ടും കൂടി ഇല്ല ഈ സാധനം. ഒന്ന് എൻജോയ് ചെയ്തോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിനിമ പോലും പ്രോപ്പറായിട്ട് നീ കാണാൻ പറ്റിയിട്ടില്ല. അതിനിടക്കാണ് ഈ സാധനം കണ്ടത്, കൊണ്ടുപോയി കൊടുത്ത് വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ ഈ സാധനം. റെഡിയാക്കി തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതും റെഡി ആയില്ല എങ്കിൽ നെക്സ്റ്റ് നമുക്ക് എന്താ അതിൻ്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒന്നിൽ MIയിലേക്ക് എന്ന് വെച്ചാൽ അവരുടെ ഡയറക്റ്റ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായി പോയി. എനിവേസ്, അപ്പം ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഭ്രാന്ത് കയറും. എന്തായാലും നോക്കാം എന്താണ് ഇനി അടുത്ത് സംഭവിക്കാൻ പോണേന്ന്. സിയാ.